നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളാണോ? ഇനി യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിലും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പം നിങ്ങൾ യാത്ര ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളെ തേടി ട്രെയിനിൽ ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിലും ആ ടിക്കറ്റിൻ്റെ PNR നമ്പർ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം എവിടെയാണ് ഉള്ളത്, എവിടെ എത്തി, എത്ര മണിക്കാണ് നിങ്ങളുടെ സ്ഥലത്തേക്ക് എത്തുക എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിലൂടെ അറിയാൻ സാധിക്കും. ഇനി അതുമാത്രമല്ല, നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഇതിലൂടെ സാധിക്കും. ഇനി നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഉറങ്ങിപ്പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനം എത്തുന്നതിന് മുമ്പ് അലാറം അടിച്ച് നിങ്ങളെ ഉണർത്തണമെങ്കിൽ അതിനുള്ള സംവിധാനവും ഇതിൻ്റെ അകത്തുണ്ട്. ഇതൊരു ആപ്ലിക്കേഷനാണ്. വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് അറിയാൻ സാധിക്കുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാമെന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ പെർമിഷൻ ചോദിക്കും. വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ലാംഗ്വേജ് ചോദിക്കും. നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണോ അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ മലയാളം ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. മലയാളം സെലക്ട് ചെയ്ത് ഇവിടെ സബ്മിറ്റ് കൊടുത്ത ഉടനെ തന്നെ ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഇഷ്ടപ്പെട്ട തീം സെലക്ട് ചെയ്യുക, ഡാർക്ക് മോഡ് അല്ലെങ്കിൽ ലൈറ്റ് മോഡ്. ഞാനിപ്പോൾ ഡാർക്ക് മോഡ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സംരക്ഷിക്കുക എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾക്ക് എവിടെ നിന്ന് എവിടത്തേക്കാണ് പോകേണ്ടത് അവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ട്രെയിൻ നമ്പർ വെച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ബോർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ PNR നമ്പർ, ടിക്കറ്റുകൾ. PNR നമ്പർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ തേടി ട്രെയിനിൽ വരുമ്പോൾ അവരുടെ PNR നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഫൈൻഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈവായിട്ട് അവർ എവിടെ എത്തിച്ചേർന്നു, ഇനി എത്ര മണിക്കാണ് നിങ്ങളുടെ സ്റ്റേഷനിൽ വരിക എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ബാക്ക് വരികയാണ്. ബാക്ക് വന്നിട്ട് ടിക്കറ്റുകൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. സ്റ്റേഷൻ ഇവിടെ ഫ്രം എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ കണ്ണൂർ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് എവിടേക്കാണ് യാത്ര പോകേണ്ടത്, ഇവിടെ കോഴിക്കോട് സെലക്ട് ചെയ്യാണ്. ഏത് ഡേറ്റിലാണ് നിങ്ങൾക്ക് പോകേണ്ടത്, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ 24 ഇവിടെ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുകയാണ്. താഴെ ജനറൽ കോട്ട എന്ന ഭാഗത്ത് ഒരു ആരോ മാർക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനറൽ അല്ലെങ്കിൽ തത്കാൽ, ലേഡീസ്, സീനിയർ സിറ്റിസൺ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ജനറൽ ആണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ബുക്ക് ടിക്കറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ട്രെയിൻ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഏത് ട്രെയിനാണ് നിങ്ങൾക്ക് വേണ്ടത്, ഇവിടെ ഗ്രീൻ കളറിൽ കാണുന്നതൊക്കെ സീറ്റ് അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒന്ന് സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഏത് ഡേറ്റിലാണ് നിങ്ങൾക്ക് വേണ്ടത്, ഇതാ ഇവിടെ ഇന്നത്തെ ഡേറ്റ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നാളത്തേക്ക് വേണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ അത് തന്നെ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്ത ഉടനെ തന്നെ ഗൂഗിൾ പേയിലേക്കാണ് പോകുന്നത്. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ജസ്റ്റ് ഞാനൊന്ന് ബാക്ക് വരികയാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു യാത്ര പുറപ്പെടുകയാണ്. ഇവിടെ നിന്ന് ഇവിടത്തേക്ക് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്തത് ജസ്റ്റ് ഒന്ന് ഞാൻ ബാക്ക് വരികയാണ്. ഓൾറെഡി ടൈപ്പ് ചെയ്തത് ഇവിടെ ഉണ്ട്. ഇവിടെ ട്രെയിനുകൾ കണ്ടെത്തുക എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ട്രെയിനാണ് വേണ്ടത് അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ അന്നത്തെ ദിവസം പോകുന്ന എല്ലാ ട്രെയിനുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ പോകുന്ന ട്രെയിൻ തന്നെയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ നിന്നും ഒരു ട്രെയിൻ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ട്രെയിൻ ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്ത ഉടനെ തന്നെ ആ ട്രെയിൻ ഏത് സ്റ്റേഷനിലാണ് ഉള്ളത്, ഇനി എത്ര മണിക്കാണ് നമ്മുടെ സ്റ്റേഷനിൽ എത്തുക, ഇനി അത് ഏതൊക്കെ സ്റ്റേഷൻ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത് എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ പോകുന്ന ട്രെയിൻ ആണെങ്കിൽ നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലം എത്തുന്നതിന് മുമ്പ് അലാറം സെറ്റ് ചെയ്യാം. ഇവിടെ അലാറം എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എത്ര മിനിറ്റ് മുമ്പാണ് നമുക്ക് അലാറം വേണ്ടത്, ഈ ഒരു ബാർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അലാറം സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ 10 മിനിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എവിടെ എത്തുമ്പോഴാണ് അലാറം അടിയേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാനിപ്പോൾ കോഴിക്കോടാണല്ലോ സെലക്ട് ചെയ്തത്, കോഴിക്കോട് തന്നെ ഞാനിപ്പോൾ സെലക്ട് ചെയ്യാണ്. അതിനുള്ള ഇടയിലുള്ള സ്ഥലവും കാണിക്കുന്നുണ്ട് അവിടെ. ഓക്കെ, അതിനുശേഷം ഇവിടെ ലക്ഷ്യസ്ഥാനം അലാറം എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് പ്രവർത്തനക്ഷമമാകുക എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു പെർമിഷൻ കൊടുക്കുക, അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. വീണ്ടും അതേ ഭാഗത്ത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അലാറം അടിക്കേണ്ട ഒരു അനുമതിയും കൂടി കൊടുക്കുക. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ആ ഒരു ടോഗിൾ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അലാറം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെറ്റ് ചെയ്ത ഉടനെ തന്നെ കണ്ടോ ആ ഒരു ഭാഗത്തേക്ക് ഒരു അലാറത്തിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും.
അപ്പോൾ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ 10 മിനിറ്റ് മുമ്പ് ഈ ഒരു അലാറം അടിച്ച് നിങ്ങളെ അറിയിക്കും. കാരണം നിങ്ങൾ ചില സമയത്ത് ഉറങ്ങിപ്പോവുകയാണെങ്കിലൊക്കെ ഇത് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അങ്ങനെ സെറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്നതാണ്. ഓക്കെ, വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഒരുപാട് സൗകര്യങ്ങളുള്ള നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.